ജാതി പ്രശ്നം രണ്ടുപേരുടെയും വീട്ടിലുണ്ടായപ്പോൾ നവീനും നിളയും കുടുംബക്കാരുടെ വാക്ക് വകവയ്ക്കാതെ രജിസ്റ്റർ മാരേജ് ചെയ്തു. ഒടക്കിൽ നിൽക്കുന്ന വീട്ടുകാരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന മൈൻഡ് സെറ്റ് വെച്ച് അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയപ്പോൾ അമ്മായിയമ്മ മരുമകൾ പോര് വൈകാതെ തന്നെ വീട്ടിൽ സംഭവിക്കാൻ തുടങ്ങി. ഒരു സ്വകാര്യ കമ്പനിയുടെ ആഡ് ഡിസൈനറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന നവീന്റെ ഐഡിയാസ് ഒന്നും അവിടുത്തെ മാനേജർ കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. അവിടെ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച സാലറി കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന അവന്റെ വേദന വീട്ടുകാർ അറിയുന്നില്ലായിരുന്നു. അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകണം, അത് മാത്രമായിരുന്നു ചിന്ത. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അവന് കുറച്ചു നേരമെങ്കിലും റിലാക്സേഷൻ കിട്ടിയത് അവന്റെ ഭാര്യ താൻ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞപ്പോഴായിരുന്നു. പിറ്റേ ദിവസം ജോലി ചെയ്യാൻ വിട്ട ആൾക്കാർ പണിയെടുക്കാതെ കറങ്ങി നടക്കുന്നത് കണ്ട അവരുടെ സ്പോൺസർ അതിലൊരു ലേബറിന്റെ മേത്ത് കൈവച്ചു. തന്റെ ഉറ്റ ചങ്ങാതിയെ തൊട്ട ആളുടെ സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ നവീൻ കാരണങ്ങളൊക്കെ അയാൾ അടിച്ച് താഴെ വീഴ്ത്തി. അങ്ങനെ ജോലിയും പോയി. തന്നെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഭാര്യയുടെയും അമ്മയുടെ മുമ്പിൽ ജോലി പോയെന്ന് പറയാൻ മനസ്സ് വരാത്തത് കൊണ്ട് അവിടുന്നും ഇവിടുന്നൊക്കെ കടം വാങ്ങിയും ലാസ്റ്റ് കാറ് വരെ വെറ്റും നവീൻ അവരെ നോക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഒന്നുകൂടി വിവാഹം കഴിച്ചാലാണ് ഈ വീട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറാൻ പോകുന്നത് എന്ന് നവീന്റെ അച്ഛനും അമ്മയോടും ഒരു പോസ്റ്റ് പറയുന്നത്. കല്യാണത്തിന് വേണ്ടിയുള്ള പൈസ എങ്ങനെ ഒപ്പിക്കും എന്നാലോചിച്ച് ബോധം പോയ സമയത്താണ് തന്റെ മണ്ടനായ അളിയന്റെ കാര്യം അവൻ ഓർത്തത്. ഈ കല്യാണം നടത്തിയാൽ തനിക്ക് വച്ചടി കയറ്റമായിരിക്കും എന്നൊരു കള്ള മൂപ്പനെ കൊണ്ട് അളിയനോട് പറയിപ്പിച്ചു. അങ്ങനെ അവരുടെ പുനർവിവാഹം സംഭവിച്ചു. പക്ഷെ നവീൻ തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് വൈകാതെ മനസ്സിലാക്കിയ അവന്റെ അളിയൻ നവീന്റെ ജോലി ഒരു മാസം മുമ്പേ നഷ്ടപ്പെട്ടു പോയ കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞ് അവനെ അപമാനിച്ചു. എന്നിട്ട് നീ ഒരു ഫെയിലിയർ ആണ് നവീൻ, അത് മനസ്സിലാക്ക് എന്നും കൂടി പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന്റെ ഈഗോ ബൂസ്റ്റായി. വീണ്ടും കുറെ അണ്ണാച്ചമ്മയുടെ കയ്യിൽ നിന്ന് പൈസയും കടം വാങ്ങിച്ച് നവീൻ ഒരു ബേക്കറി തുടങ്ങി. ആദ്യമൊക്കെ നല്ല കച്ചവടത്തിൽ പൊക്കിക്കൊണ്ടിരുന്ന അവന്റെ ബേക്കറി പിന്നെ തൊട്ടടുത്ത് വെറൈറ്റി ഭക്ഷണങ്ങൾ കൊടുക്കുന്ന വലിയൊരു ബേക്കറി വന്നപ്പോൾ മൂക്കും കുത്തി താഴെ വീണു. കഷ്ടകാലം തന്റെ മുമ്പിൽ കൊട പിടിച്ച് നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ നവീൻ അത് മറികടക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ തന്നെ ഫേമസ് ആയിരുന്ന തേങ്ങാപ്പാൽ കൊണ്ട് മുറുക്കുണ്ടാക്കുന്നവനെ തന്റെ കടയിൽ കൊണ്ടുവന്ന് കച്ചവടം വീണ്ടും നവീൻ തിരിച്ചു പിടിക്കുന്നു. അപ്പുറത്തെ ബേക്കറി ഉടമയെ കളിയാക്കുകയും ചെയ്തു. എന്നാൽ വെറും 25,000 രൂപയ്ക്കാണ് അയാളെ നവീൻ ജോലിക്കെടുത്തത്. അതിനേക്കാൾ 4 ഇരട്ടി പണം കിട്ടുമെന്നായപ്പോൾ അയാൾ മറികണ്ഠം ചാടി. കസ്റ്റമേഴ്സ് മൊത്തം തേങ്ങാപ്പാൽ കൊണ്ടുള്ള അയാളുടെ മുറുക്കിന്റെ ആരാധകരായി മാറി. ഇതൊക്കെ കണ്ട് അപ്പുറത്തെ ബേക്കറി ഉടമ കളിയാക്കിയതിലല്ല അളിയൻ വീണ്ടും വന്ന് നീ ഒരു ഫെയിലിയർ ആണ് നവീൻ എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ശരിക്കും വിഷമം വന്നത്. അവന്റെ ബേക്കറി നഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അവന് കാശ് കരം കൊടുത്ത ആൾക്കാർ വന്ന് മെക്കിട്ട് കയറാൻ തുടങ്ങിയപ്പോൾ നവീൻ പതുക്കെ കളം മാറ്റി റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായി മാറി. എന്നാൽ 3 ലക്ഷം രൂപയാണ് കമ്മീഷനായി കൊടുക്കാം എന്ന് പറഞ്ഞത്. പക്ഷെ അവന് കിട്ടിയത് വെറും 1 ലക്ഷം രൂപയായിരുന്നു. അതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ അവിടെ വെച്ച് വാക്കുതർക്കമുണ്ടായി. ഇത് കണ്ടപ്പോൾ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന നവീനെ അച്ഛൻ അടിക്കുകയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മ ചോറങ്ങ് എടുത്തുകൊണ്ട് പോവുകയും ഭാര്യ നിന്നെ കെട്ടിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വേറെ വഴിയില്ലാതെ അടിച്ച ആളോട് സോറി പറഞ്ഞ് വീണ്ടും അവൻ ആ പഴയ ജോലിക്ക് കയറി. അവന്റെ ഡിസൈനൊക്കെ കണ്ട് മാനേജർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവന് പണ്ടത്തെ പോലെ ഒരു സന്തോഷം തോന്നുന്നില്ലായിരുന്നു. കൊടുക്കുന്നവൻ എന്നും കൊടുത്തോണ്ടേയിരിക്കും, വാങ്ങുന്നവൻ എന്നും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് നവീന്റെ ജീവിതം.